അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ വന്നത് രണ്ട് സെഡാൻ ടൈപ്പ് വാഹനങ്ങളാണ്. രണ്ട് വണ്ടിയും ഡീസലാണ്. ഏകദേശം നമുക്കൊരു 20-22 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന രണ്ട് ഡീസൽ വാഹനം. ഒന്ന് ടൊയോട്ടൻ്റെ എറ്റിയോസും ഒന്ന് ഹോണ്ടൻ്റെ അമേസാണ് വണ്ടി വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികളാണ് രണ്ടും. അത്യാവശ്യം ലോങ് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ റെഗുലറായിട്ട് വാഹനം ഉപയോഗിക്കാനൊക്കെ ഡീസൽ വാഹനങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ എറ്റിയോസാണ് 2,70,000 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ വരുന്ന അമേസാണ് 3,55,000 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് വാഹനം നിലവിൽ നമ്മളെ കഴിയുമ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അതിന് വരുന്നത് അമേസാണ്. 2015 വണ്ടി മോഡലിന് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 1,08,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് എസ് ആണ്. ID ടെക് എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. KL11 കോഴിക്കോട് രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. അടിപൊളി കളറാണ്, മുന്തിരി കളറ്. ഇരുഭാഗം നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി. സിംഗിൾ ഓണർ വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ലെവലിൽ തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടീൻ്റെ ഓപ്ഷൻ എസ് ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. ഫോർവേഡ് പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്, കമ്പനി സ്റ്റീരിയോ, അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ടയർ ഭാഗം നോക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. പിന്നെ വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെയുള്ളത്. സെഡാൻ ടൈപ്പ് വണ്ടി അത് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസ് വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,55,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 3,20,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഡീസൽ വാഹനം ഇറക്കാൻ പറ്റും. അടുത്ത വണ്ടി വരുന്നത് 2012 മോഡൽ എറ്റിയോസാണ്. ഡിക്കി ടൈപ്പാണ് വണ്ടി വരുന്നത്. 1,12,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടിൻ്റെ ഓപ്ഷൻ വരുന്നത് GD ആണ്. KL84 കൊണ്ടോട്ടി രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട് വണ്ടി. ഒരു ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് കാറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടീൻ്റെ ഓപ്ഷൻ GD ആയതുകൊണ്ട് തന്നെ ഫോർവേഡ് പവർ വിൻഡോ, AC പവർ സ്റ്റാറിങ്, പിന്നെ സ്റ്റീരിയോ, അത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ എറ്റിയോസ് ആയതുകൊണ്ട് തന്നെ വളരെ മെയിൻ്റെനൻസ് വണ്ടിക്ക് കുറവാകും. ടയർ കുഴപ്പമില്ലാത്ത ടയറുണ്ട്. പിന്നെ വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ടൊയോട്ടൻ്റെ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം നമുക്ക് 20-22 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റും. അത്യാവശ്യം നല്ലോണം ഡിക്കി സ്പേസ് ഉണ്ട് വണ്ടിക്ക്. അമേസിനെ അപേക്ഷിച്ച് അമേസിനെക്കാട്ടി കൂടുതലാണ് ഡിക്കി സ്പേസ് വണ്ടിക്ക്. പക്ഷേ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 2,70,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് 2 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ഡീസൽ വാഹനം നിലവിൽ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. രണ്ട് വണ്ടി ഡീസലായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. ഡെയിലി യാത്രക്കാർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനമാണ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകര അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്.